ഇടിമുഴങ്ങാൻ പാറ പുറംലോകമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ കാടിനകത്ത് പോയി താമസിക്കാൻ വേണ്ടിയിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു ക്യാമ്പ്. കേരളത്തിലെ തന്നെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഫോറസ്റ്റ് റൂട്ടിലൂടെ കുറേ ദൂരം യാത്ര ചെയ്ത് ഒരുപാട് വന്യമൃഗങ്ങളെയൊക്കെ കണ്ട് കാടും അതുപോലെ കാട്ടിലെ മഴയൊക്കെ ആസ്വദിച്ച് ഈ പറഞ്ഞ ഇടിമുഴങ്ങാൻ പാറ ക്യാമ്പിൽ തെന്മല ഡാമിലൂടെ ഒരുപാട് ദൂരം ബോട്ടിന് പോയി അവിടെ താമസിച്ച് തിരിച്ചു വരുന്ന ഒരു വീഡിയോ ആട്ടോ ഇന്നത്തേത്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡോട്ട് ഗ്രീൻ. ഇന്ന് നമ്മൾ ചെന്തുരുണി വൈൽഡ് ലൈഫ് സാഞ്ചുറിയിലാണ്. ചെന്തുരുണി വൈൽഡ് ലൈഫ് സാഞ്ചുറിയിൽ ഇടിമുഴങ്ങാൻ പാറ എന്ന് പറഞ്ഞിട്ടൊരു ഫോറസ്റ്റ് സ്റ്റേ ഉണ്ട്. അതിനകത്താട്ടോ നമ്മൾ ഈ ട്രിപ്പിൽ മാമ്പഴത്തറയും അതുപോലെ കോന്നി അച്ചൻകോവിൽ റൂട്ടിലൂടെ ഒരു ഡ്രൈവും കാര്യങ്ങളൊക്കെ പോയായിരുന്നേ. അപ്പം അതിൻ്റെ കാഴ്ചകൾ ആദ്യം കാണിക്കാം. ഇതുണ്ടല്ലേ, നമ്മളിപ്പം നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത് മാമ്പഴത്തറയിലേക്കാണ്. നല്ല തിക്കായിട്ടുള്ള ഫോറസ്റ്റ്, മഴ പ്രതീക്ഷിച്ച് പോകുന്നതാണേ. എങ്ങ് ദൂരെ മലയിൽ കുറേ കാട്ടുപോത്തുകളെ കാണാം. നമ്മൾ ഈ റൂട്ടിൽ പോയപ്പോഴത്തേക്കും വഴിയിൽ കുറച്ച് പേര് നോക്കി നിൽക്കുന്നത് കണ്ടപ്പോഴാണ് കേട്ടോ നമ്മളിതിനെ കണ്ടത്. അല്ലെങ്കിൽ ഇതിനെ ശ്രദ്ധിക്കത്തില്ല, കാരണം അപ്പുറത്തെ മലയിൽ ഒരുപാട് ദൂരത്തിലാണ്. അതിൽ കുറച്ച് പേരൊക്കെ നമ്മുടെ ഫോളോവേഴ്സൊക്കെയാണ് കേട്ടോ. അവർ വന്ന് പരിചയപ്പെട്ടായിരുന്നു. എടുക്കാം. നമ്മൾ ശരിക്കും തെന്മല ഭാഗത്തു നിന്നാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് കയറിയത്. തിരിച്ചു പോരുന്ന വഴിക്ക് വന്നതാണ്, ഞാനത് ആദ്യം കാണിക്കുന്നതേ ഉള്ളൂ. തെന്മലയിൽ നിന്ന് നമ്മൾ മാമ്പഴത്തറ വഴി കയറി അച്ചൻകോവിൽ വന്ന് അച്ചൻകോവിലിൽ നിന്ന് കോന്നി അങ്ങോട്ടേക്കാണ് കേട്ടോ ഈ യാത്ര. മഴ പ്രതീക്ഷിച്ച് പോയി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ചെറുതായിട്ട് മഴ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മഴ അങ്ങോട്ട് ശക്തിയായി കേട്ടോ. ഇടുക്കം മഴ ഫോറസ്റ്റ് ഡ്രൈവ്. നല്ല പെരുമഴയത്തൊരു പരുന്നിരിക്കുന്ന കേട്ടോ, നല്ല സ്റ്റാച്യു പോലെ അനങ്ങാതിരിക്കുകയാണേ. ക്രസ്റ്റഡ് ഹോക്കികൾ അതാണിത്. ഹമ്പോ, എന്നാ നോട്ടം നോക്കി. ഏതായാലും ഒരു കിടിലൻ സൈറ്റിംഗ് ആയിരുന്നേ. നമ്മൾ മാമ്പഴത്തറയൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും അവിടെ ഒരു ചെറിയ ടൗൺ ഉണ്ട് ഈ അച്ചൻകോവിൽ ഭാഗത്തോട്ട് എത്തുന്നതിന് മുന്നേ ആയിട്ട്. അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് നേരെ അച്ചൻകോവിൽ ഫോറസ്റ്റിലോട്ട് കയറിയേ. നമ്മൾ അച്ചൻകോവിൽ ആ ടൗൺ ഭാഗത്തേക്ക് പോകുന്നില്ല, അതിന് പകരം കോന്നി സൈഡിലേക്കാണ്. നമുക്ക് അങ്ങോട്ടേക്കാണ് പോകേണ്ടത്. കോന്നി വഴി ഇറങ്ങി നാട്ടിലേക്ക് പോകാനുള്ള ആ ഒരു റൂട്ടിലാണ്. അച്ചൻകോവിലിൽ നിന്ന് കോന്നിയിലേക്ക് പോകുന്ന റോഡാണ്. കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോഴത്തേക്കും റോഡിൻ്റെ താഴ്ഭാഗത്തായിട്ട് തൊട്ടടുത്തായിട്ട് കണ്ടതാണ് ഈ രണ്ട് പക്ഷികളെ. നല്ല ഭംഗിയില്ലേ കാണാൻ, നല്ല ബ്ലൂ കളറും ഒക്കെ ആയിട്ട്. ഓറിയൻ്റൽ ഡോളർ ബേർഡ് എന്നാണ് കേട്ടോ ഇതിനെ പറയുന്നത്. ഓക്കെ, നല്ല ഭംഗിയാണ് കാണാൻ. അടുത്താണ് ഇരിക്കുന്നതെങ്കിലും അങ്ങനെ എളുപ്പം പറന്നു പോകാനുള്ള ഉദ്ദേശമൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് ആവശ്യത്തിന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് ഡോളർ ബേർഡിനെ നല്ല കൺകുളിർക്കെ കണ്ടിട്ടാണ് കേട്ടോ നമ്മൾ യാത്ര തുടരുന്നത്. മഴ തൽക്കാലത്തേക്കൊന്ന് മാറി എന്നെങ്കിലും നല്ല മഴക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ താമസമില്ലാതെ നല്ല കിടിലൊരു മഴ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ റൂട്ടിലാണ് കേട്ടോ നമുക്ക് ബ്ലാക്ക് പാന്തർ സൈറ്റിംഗ് ഒക്കെ കിട്ടിയേ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ കാണാത്തവരുണ്ടെങ്കിൽ ചാനലിൽ കിടപ്പുണ്ട്. ഈ ഏരിയ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കരിമ്പുലിയുടെ ഏരിയ പോലെ ഉണ്ടെങ്കിലും ഇവിടെ അല്ല. എനിക്ക് ഇതുപോലെ തന്നെ പുഴയിലാണ്, പക്ഷേ വേറൊരു സ്ഥലത്താണ്. എൻ്റെ കാട്ടുപോത്തുകൾ ഇറങ്ങി നിൽക്കുന്നുണ്ടോ. എന്നാ രസമല്ലേ വെള്ളത്തിൽ വൈകുന്നേരം ആയപ്പോഴത്തേക്കും കാട്ടുപോത്തുകൾ ഇറങ്ങിക്കുന്നത് കാണാൻ. അവരുണ്ടോ? ഇത് റോഡിനോട് ചേർന്നൊരു മയിലിരിക്കുന്നുണ്ടോ. അങ്ങനെ വണ്ടി അടുത്ത് വന്നിട്ടും വലിയ പേടിയൊന്നും ഇല്ലാതിരിക്കുകയാണേ. നമ്മൾ ഈ അച്ചൻകോവിൽ റൂട്ട് ട്രിപ്പ് പ്ലാൻ ചെയ്ത് വന്നതൊന്നുമല്ല. മാമ്പഴത്തറ പോകാമെന്ന് അങ്ങനെ ഒരു പ്ലാൻ വന്നു നമ്മൾ ഈ ഇടിമുഴങ്ങാൻ പാറ വന്ന സമയത്ത്. അങ്ങനെ അപ്പം മാമ്പഴത്തറയിൽ നിന്ന് തിരിച്ചിതിലേ ഇറങ്ങി പോകുന്നതേ ഉള്ളേ. ഇത് വീണ്ടും കാട്ടുപോത്ത് നോക്കിയേ, ഇലകൾക്കിടയിൽ നിന്ന് നമ്മളെ നോക്കുന്നേ. നല്ല രസമില്ലേ. ഞാൻ പറഞ്ഞില്ലായിരുന്നോ മഴ വരാൻ പോകുന്നുണ്ടെന്ന്. നോക്കിയേ, ശരിക്കും നല്ലൊരു ഭീകര അന്തരീക്ഷമായ നല്ല ഡാർക്കും അതിൻ്റെ കൂടെ ചെറിയ കാറ്റും ഒക്കെ ആയിട്ട്. ഈ ഒരു ആംബിയൻസിൽ കാടിനകത്തൂടെ പോകണം. മഴക്കാലമാണ്, എന്നാൽ പോലും പുഴയുടെ സൈഡിലും പുഴയിലും ഒക്കെ ആയിട്ട് ആനിമൽസ് ഉണ്ട്. ജസ്റ്റ് കയറി പോകണേ. ഇതുണ്ടോ, ഈ സ്ഥലം ഓർമ്മയുണ്ടോ? ഇതാണ് നമുക്ക് കരിമ്പുലിയെ കിട്ടിയ സ്പോട്ട്. ഈ ആ റൈറ്റ് സൈഡിലെ കരയിലായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നേ. അതുപോലെ തന്നെ ഈ ഒരു സ്ഥലത്ത് തന്നെ ഒരുപാട് ആന ക്രോസ് ചെയ്യുന്നതൊക്കെ ആയിട്ട് ഒരു മാരക സ്ഥലം തന്നെയാട്ടോ ഇത്. തൊട്ടിപ്പുറത്തെ ഈ കരയിലൊക്കെ ആനയുണ്ടായിരുന്നു. പറഞ്ഞ സമയം കൊണ്ട് മഴ നന്നായിട്ട് പെയ്തു തുടങ്ങിയേ. കാടിനകത്തെ പുഴയിൽ മഴ പെയ്യുന്ന കണ്ടിട്ടുണ്ടോ. മഴയത്തെങ്ങാനും കരിമ്പുലി ഇറങ്ങി വന്നാൽ പൊളിച്ചേനെ അല്ലേ. അതിമോഹമായി പോയി.
നല്ല പെരുമഴയത്ത് കാടിനകത്തൂടെയുള്ള ഡ്രൈവ് ഒരു രക്ഷയില്ല കേട്ടോ. എനിക്ക് ഫുള്ള് ഡാർക്കായി അടഞ്ഞ കാടായതുകൊണ്ട് അപ്പോൾ ആ കാടിൻ്റെ ഒരു പേടിപ്പെടുത്തുന്ന ഫീലിൽ കാടിനകത്തൂടെ ആനയും, നല്ല ആന എന്ന് പറഞ്ഞാൽ സാധാരണ ആനയല്ല, ഭയങ്കര അഗ്രസീവായിട്ടുള്ള ആനകളുള്ള ഒരു സ്ഥലമാണ്. പോരാത്തിന് കരിമ്പുലിയും നമ്മൾ മുന്നേ കണ്ടായിരുന്നല്ലോ, മുന്നേ മീൻസ് മുന്നത്തെ വീഡിയോയിൽ. അങ്ങനെയുള്ള ഈ റോഡിൽ കൂടെ ഈ ഒരു ഇരുട്ടിൽ മഴയത്ത് പോകാൻ ഭയങ്കര രസം കേട്ടോ. നമ്മുടെ തെന്മല എക്കോ ടൂറിസം ഓഫീസിൻ്റെ അവിടുന്ന് നമ്മളെ ഈ വണ്ടി കൊണ്ടുപോയിട്ട് ഇവിടെ ബോട്ടിങ്ങിൻ്റെ സ്ഥലത്ത് കൊണ്ടുപോയാക്കും. ഇനി ഇവിടുന്ന് നമ്മൾ കുറേ ദൂരം ബോട്ടിനാണ് പോകാൻ പോകുന്നത്. നമുക്ക് പോകാനുള്ള ബോട്ട് വന്നിട്ടുണ്ട്, ഉണ്ടോ? ഭക്ഷണം ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മൾ മെല്ലെ ബോട്ട് കയറാൻ പോവാണ്. നോക്കിയാൽ നന്നായിട്ട് വാട്ടർ ലെവൽ ശരിക്കും താഴ്ന്നു കിടക്കുന്നത്. നമ്മളിതിന് മുന്നേ വന്നപ്പോഴത്തേക്കും ശരിക്കും ഫുള്ള് വെള്ളമായിരുന്നു. ഇപ്പം മഴക്കാലമാണ്, നമ്മൾ വന്നിരിക്കുന്നത് ജൂൺ മിഡിലാണേ. എന്തൊരു വെയിലെന്ന്, മഴയായിരിക്കും. മഴയും ചെയ്യാൻ വേണ്ടി വന്നതാണ്. നാളെ വൈകിട്ടോ നാളെയൊക്കെ ആയിട്ട് മഴ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മുടെ ബോട്ട് യാത്ര ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം സീനിക്കായിട്ടുള്ളൊരു ബോട്ടിങ് തന്നെയാണ്. ശരിക്കും ഒരു 1/4 മണിക്കൂർ ദൂരം ബോട്ടിൽ യാത്ര ചെയ്തിട്ട് വേണം നമുക്ക് അങ്ങോട്ടേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട്. നോക്കിയാൽ ഡാമിൻ്റെ കരയിലൊരു കാട്ടുപോത്ത് നിന്ന് തീരെ തിന്നുന്നത് അങ്ങ് ദൂരത്തിലാണ്. നമ്മളിതിന് മുന്നേ ഇടിമുഴങ്ങമ്പാറ വന്നപ്പോഴും ഇതുപോലെ ബോട്ടിൽ പോകുമ്പോഴത്തേക്കും സൈഡിൽ കാട്ടുപോത്തിനെ കണ്ടായിരുന്നു, 2 എണ്ണം ഇങ്ങനെ നടന്നു പോകുന്നത്. നോക്ക് എത്രമാത്രം ദൂരത്തിലാണ്. അങ്ങ് കാണുന്ന ആ സ്ഥലത്താണ് കാട്ടുപോത്ത് നിൽക്കുന്നത്. പ്രത്യേകിച്ച് ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അറിയാം, അതും സ്പീഡ് ബോട്ടിൽ പോകുമ്പോഴത്തേക്കും ദൂരെ നിന്ന് ടെലിലെൻസ് ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ശ്രമകരമായ ഒരു പണിയാണ്. ആ ഒരു സാഹസമാണ് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളങ്ങനെ 1/4 മണിക്കൂർ നേരത്തെ ബോട്ടിങ്ങിന് ശേഷം കരയിൽ ഇറങ്ങി. ഇനി ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട്, വെള്ളം കുറഞ്ഞ് കിടക്കുന്നുണ്ട്. ഈ ബോട്ട് ഇറങ്ങി ഇതിലേ നടന്നങ്ങ് കയറണേ. ഏതായാലും ഭാഗ്യത്തിന് ബോട്ടിൽ വന്ന സമയത്ത് തെളിഞ്ഞ് നിൽക്കുകയാണ്. ചിലപ്പോൾ വൈകിട്ടത്തേനും മഴ അടിക്കുമായിരിക്കും. നമ്മൾ ഇന്നാൾ വന്നപ്പോഴത്തേക്കും താഴെ റൈറ്റിൽ കാണുന്ന ചാലി കൂടെ അങ്ങോട്ട് കയറി അല്ലേ? എവിടെ എവിടെയോ ആനയാ? ആ ഓ ശരി. ഉണ്ടോ? നേരെ ഓപ്പോസിറ്റ് മലയിൽ കാണുന്നില്ലേ, അതാണ് ഈ സ്ഥലത്തിന് പേര് വരാൻ കാരണമായ ഇടിമുഴങ്ങാം പാറ. ഇടി വെട്ടുമ്പോൾ അവിടെ മുഴക്കം കേൾക്കുന്നുള്ളതുകൊണ്ടാണോ? അതെ, വൈബ്രേഷൻ ഉണ്ടാവുമെന്ന് പറയുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഇടിമുഴങ്ങാൻ പേര് വന്നത്. ഫുള്ള് ബട്ടർഫ്ലൈസ്. ഡാമിൽ കാര്യമായിട്ട് വെള്ളം നിറയാത്തതുകൊണ്ടാണ് ഇത്രയും ദൂരം നടക്കേണ്ടി വരുന്നത്. വെള്ളം നിറങ്ങി ബോട്ട് അങ്ങ് വരെ ചെല്ലുവേ. തൊട്ടടുത്ത് നേരെ കരയിലോട്ട് ഇറങ്ങി ആ ക്യാമ്പിലോട്ട് കയറിയാൽ മതി. നോക്കി അങ്ങ് ഫ്രണ്ടിൽ നമ്മുടെ ക്യാമ്പ് ഷെഡ് കാണാവേ. കുറച്ച് ദൂരം നടന്നു, ഒരു 1/4 കിലോമീറ്റർ ഇങ്ങനെ നടന്നു ബോട്ട് ഇറങ്ങിയിട്ട്. വെള്ളമുള്ളപ്പോഴാണെങ്കിൽ ഇത് നമ്മൾ ലാസ്റ്റ് ടൈം വന്നപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ, നേരെ ഫ്രണ്ടിൽ വരെ വെള്ളം കയറി കിടക്കും ഇങ്ങനെ. അപ്പം അവിടെയാണ് വന്ന് ബോട്ട് ഇറങ്ങുന്നത്. ഇതിപ്പം വെള്ളം നന്നായിട്ട് താന്നു കിടക്കുക. വേനൽക്കാലം കഴിഞ്ഞ് മഴ തുടങ്ങിയതല്ലേ ഉള്ളൂ, വെള്ളം കയറി വരുന്നുള്ളൂ. ഇത് നമ്മളങ്ങനെ ഒടുവിൽ നമ്മുടെ ഇടിമുഴങ്ങാമ്പാറ സ്റ്റേയിലെത്തി കേട്ടോ. നോക്കി ഫെൻസിങ് കടന്ന് ഒരു ചെറുതല്ല കേട്ടോ, ഒരു വലിയ ട്രെഞ്ചും ക്രോസ് ചെയ്ത് ഉണ്ട്. നമ്മുടെ ഇരുമ്പ് പാലം കടന്നാൽ നേരെ സ്റ്റേയിലെത്തുവേ. നമുക്ക് മാരക ആംബിയൻസ് ഉള്ളൊരു സ്ഥലം ഇതാട്ടോ. നമ്മുടെ സ്റ്റേ വരുന്നത് റൂംസ് 2 റൂമായിട്ടാണ്. ഇത് 2 പേർക്ക് താമസിക്കാവുന്ന ഒരു റൂം ഇവിടെയും, അതുപോലെ തന്നെ ഒരു റൂം ഇവിടെ. മൊത്തം 5 പേർക്കാട്ടോ ഇവിടെ താമസിക്കാൻ പറ്റുന്നത്. റൂം കാണിച്ചു തരാം. ഇതാണ് ഒരു റൂം. ബാത്റൂം ഒക്കെ അറ്റാച്ച്ഡ് ആണ്. കുഴപ്പമില്ല, അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ബാത്റൂമൊക്കെയാണ്. അപ്പം ബാത്റൂമോ റൂമിൻ്റെ സൗകര്യങ്ങളോ കാണാൻ വന്നതല്ലല്ലോ നമ്മൾ കാണാൻ വന്നത് കാട്. നേരെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ഫെൻസിങ് കാണുമ്പോൾ തന്നെ എന്തൊരു സന്തോഷമാണ്. ഉണ്ടോ ഈ ഇല കയറിയിരിക്കുന്ന പോലെ മടങ്ങിയിരിക്കുന്നത്? ഈ ഒരു നിശാശലഭമാണ് കേട്ടോ, മൂട്ട്.
പക്ക ക്യാമഫ്ലാഷ് ആയിട്ടിരിക്കുന്നല്ലേ. നോക്കിയാൽ നല്ല വിശാലമായിട്ടുള്ള വലിയൊരു ട്രെഞ്ചാണ്. കാരണം അനിമൽസൊക്കെ ഉള്ളതുകൊണ്ടാണ്. ട്രെഞ്ചും ഉണ്ട്, ഫെൻസിങ്ങും ഉണ്ട്. ഇലക്ട്രിക് ഫെൻസിങ് ആണ്, പക്ഷേ ഇലക്ട്രിസിറ്റി ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഇതിന് തൊട്ട് നോക്കാൻ ഞാൻ മെനക്കെടുന്നുമില്ല കേട്ടോ. അപ്പം നല്ല രീതിയിൽ ആനുവൽ പ്രസൻസ് ഉള്ള സ്ഥലമാണ്. ഈ ഫ്രണ്ടിലൊക്കെ ആനയൊക്കെ വരാറുള്ളതാണ്. ഇതുണ്ടോ, മുകളിലത്തെ പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളം അങ്ങനെ വന്നുകൊണ്ടിരിക്കും. വേണമെങ്കിൽ ഇതിൽ കയറി ഇറങ്ങി കുളിക്കാം. ഇതാണ് ഇടിമുഴങ്ങാംപാറ സ്റ്റേ. ഓക്കെ, ഡാമിൻ്റെ സൈഡിലായിട്ട് കാടിന് നടുക്ക് വലിയ ട്രെഞ്ചും ഫെൻസിങ്ങും ഒക്കെ ആയിട്ട് ഒരു കിടക്കൻ സ്റ്റേ. നമുക്ക് ജസ്റ്റ് ഇതിലേ ഒരു റൗണ്ട് നടന്നിട്ട് വരാം. ഒരു തോടുണ്ട്, അവിടെ പോയിട്ട് വരാം. എല്ലാം ഉണ്ടോ നോക്കിയിട്ട്. ഒരു മാക്രോ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടോ? അവിടെ 1-2 പുഴുവും പൂമ്പാറ്റി 8 കാലിയൊക്കെ ഇരിപ്പുണ്ട്. അങ്ങനെ എടുക്കുകയാണ്. നമ്മളിങ്ങോട്ട് നടന്നിട്ടേ ഇതൊരു ചെറിയ വെള്ളച്ചാട്ടം എന്നൊക്കെ പറയാം, ഒരു അരുവിയുണ്ട്. അവിടെ വന്നേക്കാം. ശരിക്കും മഴ കുറവായതുകൊണ്ട് തന്നെ വെള്ളം കുറവാണ്, എന്നാൽ പോലും ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ ഇടിമുഴങ്ങാംപാറയിൽ വന്ന് ചെക്കിനൊക്കെ ചെയ്ത് വെറുതെ ഈ ഡാമിൻ്റെ സൈഡിൽ കൂടെ നടക്കാൻ ഇറങ്ങിയാണ്. ലൈറ്റൊക്കെ മെല്ലെ താന്നിട്ടുണ്ട്. എന്നാൽ രസം നോക്കി, ഡാമിൽ നിന്ന് വെള്ളം ഇറങ്ങി കിടക്കുന്ന സ്ഥലത്തെല്ലാം പുല്ല് വളർന്ന് നിൽക്കുന്നുണ്ടേ. വൈകുന്നേരങ്ങളിൽ ഇതിൻ്റെ സൈഡിലേക്ക് വല്ലോ ആനയോ കാട്ടുപോത്തൊക്കെ തീറ്റ തന്നെ ഇറങ്ങുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇവിടെ ഇപ്പം മഴയൊക്കെ തുടങ്ങിയത് കൊണ്ട് ഇതിൻ്റെ സൈഡിലോട്ട് വരേണ്ട കാര്യമില്ല, എല്ലായിടത്തും തീറ്റയുണ്ട്. എന്നാലും ഓക്കെ, ഈവനിങ് ലൈറ്റിൽ നമ്മുടെ തെന്മല ഡാമിൻ്റെ ക്യാച്ച്മെൻ്റ് ഏരിയയിൽ വെള്ളം കയറി കിടക്കുന്നുണ്ടോ. മഴക്കാലം ആയതുകൊണ്ട് നല്ല പച്ചപ്പും എന്നാൽ മഴ മാറി നിൽക്കുന്നതായതുകൊണ്ട് നല്ല ലൈറ്റിങ്ങും ഒക്കെ ആയിട്ട് അടിപൊളി. അടുത്തോ നമ്മൾ ഡാമിൻ്റെ സൈഡിൽ കൂടെ നടന്ന്, ഡാമിൻ്റെ വെള്ളം കയറി കിടക്കുന്ന ഇതിൻ്റെ സൈഡിൽ കൂടെ നടന്ന് ഇതുണ്ട് ഒരു സ്ഥലത്തെത്തിക്കുന്നതാണ്. ഒരു മാരക സ്ഥലം, കാടിന് നടുക്കാണ്, ചുറ്റും കാട്, ഓരോരോ ഐലൻഡാണ്. എന്ന സ്ഥലം ഒന്നെങ്കിൽ കേട്ടോ, ഒന്നും പറയാനില്ല, അടിപൊളി സ്ഥലം. ഡാമിൻ്റെ കരയിലൊക്കെ ആയിട്ട് ആ പുല്ലില്ലാതെ കാണുന്ന ഭാഗമില്ലേ തെളിഞ്ഞു കിടക്കുന്നത്, അവിടെ എല്ലാം വെള്ളം കയറി മൂടുന്നതാണ്. അതുകൊണ്ടാണ് പുല്ലില്ലാത്തത്. സൂര്യൻ മെല്ലെ അസ്തമിക്കാനുള്ള പരിപാടിയാണ്. മുകളിൽ നിന്ന് ലൈറ്റ് വീണ് കിടക്കുന്നുണ്ടോ. ഓ, എന്നാ രസമെന്ന് നോക്കി. താഴെ ലേക്ക് പോലെ കിടക്കുന്നത് നമ്മുടെ ഡാമിൽ നിന്ന് വെള്ളം കയറി കിടക്കുന്നതാണ്. ഇത് നമ്മളിപ്പോൾ ചെറിയൊരു ട്രെക്കിംഗ് ഒക്കെ കഴിഞ്ഞ്, ട്രെക്കിംഗ് എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ ഈ ഡാമിൻ്റെ സൈഡിൽ കൂടെ കുറച്ച് നേരം നടന്നു തിരിച്ച് നമ്മുടെ സ്റ്റേയുടെ അങ്ങോട്ടേക്ക് എത്തിയേ. ഇനി പോയി ഓരോ ചായയൊക്കെ കുടിച്ചിട്ട് അരുവിയിൽ പോയി കുളിക്കാം എത്താന്നതിന് മുന്നേ. നമുക്ക് നേരെ ഇരിട്ടതിന് മുന്നേ അരുവിയിൽ പോയി കുളിച്ചു തരാം. ഓക്കെ, രാഹുൽ ഭായി കുളിക്കാൻ പോകുന്ന നോക്കണ്ട. പിറ്റ് പൈപ്പർ വല്ലതും തലക്കെട്ട് കൊത്താന്ന് നോക്കണേ. നോക്കിയേ, നല്ല കിടുക്ക സ്ഥലമാണേ. സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ തെന്നി വീഴും. അതുകൊണ്ട് നല്ല പാറയുടെ കുഴികളും ഒക്കെ ആയിട്ട്
Hey. ഓക്കെ, നമ്മൾ രാത്രി ആയപ്പോഴത്തേക്കും ചുറ്റുമൊക്കെ ഒന്ന് അടിച്ചു നോക്കുവാണേ, നല്ലതൊക്കെ ഉണ്ടോ. പുറത്തോട്ട് പോകണ്ട കേട്ടോ. മാക്കാച്ചിക്കാരുടെ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലേ. ഇത് കണ്ടോ, ഇതാണ് മാക്കാച്ചിക്കട അഥവാ സിലോൺ ഫ്രോഗ് മൗത്ത്. സൗണ്ട് കേട്ടോ. ശരിക്കും അതിൻ്റെ ഫേസ് കാണുവാണെങ്കിൽ തവളയുടെ മുഖം പോലെയുണ്ട്, അതുകൊണ്ടാണ് ഇതിനെ മാക്കാച്ചിക്കട എന്ന് പറയുന്നത്. നമ്മുടെ തട്ടേക്കാടൊക്കെ ഇഷ്ടം പോലെയുണ്ട്. അപ്പം നമ്മുടെ ഡിന്നർ റെഡി ആയിട്ടുണ്ട്. അത് കഴിച്ചു തുടങ്ങി. ചപ്പാത്തിയും ചിക്കൻ കറിയാണ്. അത് ചിക്കനൊക്കെ നമ്മൾ മേടിച്ചുകൊണ്ട് കൊടുത്താൽ അവർ കറി വെച്ച് തരും, അതല്ലെങ്കിൽ വെജ് ഫുഡൊക്കെ ആയിരിക്കും. എങ്ങനെയുണ്ട്? അടിപൊളി. അപ്പോൾ കഴിച്ചേക്കാം, അധികം വെച്ചുകൊണ്ടിരിക്കണ്ട. ഇതേ കുറച്ച് നേരം ഇവിടെ നമ്മൾ കഥ പറച്ചിലും ഒക്കെ ഇരുന്ന്, അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ലൈറ്റൊക്കെ അടിച്ച് നോക്കി വല്ലതും വരുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ മെല്ലെ കിടക്കാനുള്ള പരിപാടിയാണേ. രാവിലെ എഴുന്നേറ്റിട്ട് ബാക്കി കാഴ്ചകളൊക്കെ രാവിലെ കാണാം. ഗുഡ് മോർണിംഗ്. നേരം വെളുത്ത് വരുന്നോളെ ഇഷ്ടംപോലെ ബേർഡ്സാണ് ഇവിടെ. രാത്രിയിൽ അങ്ങനെ കാര്യമായ അനക്കമൊന്നും കേൾക്കാത്തതുകൊണ്ട് നമ്മൾ പിന്നെ എഴുന്നേറ്റ് നോക്കിയൊന്നുമില്ല കേട്ടോ. നല്ലൊരു ഉറക്കമൊക്കെ ഇറങ്ങി എഴുന്നേറ്റതാണ്. ഈ രാവിലെ ഓരോ കട്ടൻ ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ കാട്ടിലോട്ട് നോക്കിയിരിക്കണം അല്ലേ. കട്ടൻ ചായ അല്ലേ? കട്ടൻ ചായ തന്നെ. ഈ മഴയൊട്ടും കളയാതെ നമ്മൾ ചെറിയൊരു നടത്തത്തിന് ഇറങ്ങിയേക്കാണ്. അതങ്ങനെ ഭയങ്കര മഴയല്ല, എന്നാലും ചാറ്റൽ മഴയുണ്ട്. വെറുതെ പോയി നോക്കാം. ചാറ്റൽ മഴയത്ത് എന്തെങ്കിലും കിട്ടിയാൽ നല്ല രസമായിരിക്കും. ഓക്കെ, മഴക്കാറും മൂടൽമഞ്ഞും ചാറ്റൽ മഴയൊക്കെ ആയിട്ട് നല്ല രസമുള്ളൊരു നടപ്പാണേ. കൂടെ എന്തെങ്കിലുമൊക്കെ കിട്ടുകയും കൂടെ ചെയ്താൽ ഒന്നുകൂടെ രസമാവും. എന്തായാലും നടന്നു നോക്കാം. ഇനിയിപ്പോൾ ആനിമൽസ് ഒന്നും ഇല്ലെങ്കിലാണ് അതുകൊണ്ടോ പിന്നെ രസം. ഏതോ ഫോറിൻ കൺട്രിയിൽ ചെന്ന പോലെയില്ലേ. ഇത് ഈ പട്ടാളക്കാരനെ പോലെ നിൽക്കുന്നതാണ് നമ്മുടെ രാഹുൽ ഭായ്. പുള്ളി വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറും അതുപോലെ നമ്മുടെ ഈ ട്രിപ്പിൻ്റെ കോർഡിനേറ്ററും ഒക്കെയാണ്. അതുപോലെ ഈ റൈറ്റ് സൈഡിൽ നിൽക്കുന്ന ക്യാമറയും കൊണ്ട് നിൽക്കുന്ന ആളെ കണ്ടോ, അതാണ് നമ്മുടെ മഞ്ജിത് ഭായ്. പുള്ളി ഒരു സ്റ്റേറ്റ് ഫോട്ടോഗ്രാഫി അവാർഡ് വിന്നറും ഒക്കെയാണ്. ഇതൊക്കെ ഡാം വെള്ളമുള്ള സമയത്ത് വെള്ളത്തിനടി കിടക്കുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. അതുകൊണ്ടാണ് ഫുള്ള് പാറയും ഒക്കെ ആയിട്ട് കിടക്കുന്നത്. ഓക്കെ, ഉടുമ്പ് ഇവിടെ കിടക്കുമായിരുന്നു അല്ലേ. തല പാറയുടെ അടിയിലോട്ട് കയറിയിട്ട് ഒളിപ്പിച്ച് വെച്ചേക്കുന്നുണ്ട്. നല്ല വലുതല്ലേ അത്യാവശ്യം. ഒറ്റ നോട്ടത്തിൽ വിചാരിക്കും തല സ്റ്റക്കായതാണ്, പുള്ളി കയറി ഒളിച്ചതാണ് കേട്ടോ. നല്ല നീളമുണ്ട്. ഇതുണ്ടോ വാലിനൊക്കെ ഒരടി കിട്ടിയ ഫുള്ള് സൈലൻ്റ് കേട്ടോ. അങ്ങനെ കോളോ ബഹളമോ ഒന്നുമില്ല. കാര്യമായ ആനിമൽ പ്രസൻസും ഇല്ല. മിക്കവാറും നമ്മുടെ ഗൈഡ് പറഞ്ഞത് കടുവയുടെ പ്രസൻസ് ഈ അടുത്തിടയ്ക്കായിട്ട് ഇവിടെ ഈ ഭാഗങ്ങളൊക്കെ കൂടുതലാണെന്ന് പറഞ്ഞു. ചിലപ്പം കടുവയുടെ പ്രസൻസ് ഉള്ളതുകൊണ്ടായിരിക്കാം വേറെ ആനിമൽസ് ഒന്നും ഇല്ലാത്തത്.
എന്നാ മാരക സ്ഥലം നോക്കി. ഒരു അരുവി വന്നിട്ട് നമ്മുടെ ഡാമിലോട്ട് വീഴുന്ന ഒരു സ്ഥലമാണ്. വീടെല്ലാം സ്ഥലം ഉണ്ടല്ലേ. ഈ വരുന്നത് ലിൻസാണ് കേട്ടോ ഫ്രണ്ടിൽ, അതുപോലെ പുറകിൽ വരുന്ന അരവിന്ദ്. ഇവർ രണ്ടും എൻ്റെ ഫ്രണ്ട്സാണ്. പിന്നെ നമ്മുടെ കൂടെ രാഹുൽ ഭായും മഞ്ജിത് ഭായിയും ഞാൻ പരിചയപ്പെടുത്തിയായിരുന്നല്ലോ. അങ്ങനെ 4, പിന്നെ ഞാനൊന്ന് 5, അങ്ങനെ 5 പേരായിരുന്നു ഈ ട്രിപ്പിലുണ്ടായിരുന്നത്. ഒരു ടണൽ പോലെ അടഞ്ഞ കാട്. നമ്മൾ ഡാമിൻ്റെ സൈഡിൽ നിന്നൊക്കെ മാറി ഇങ്ങോട്ട് വന്നിട്ട് നമ്മുടെ ഈ സ്റ്റേയുടെ പുറകു ഭാഗത്തായിട്ടുള്ള കാട്ടിലോട്ടൊന്ന് കയറിയതാണേ. നോക്കി നല്ല ആംബിയൻസ് ഉള്ളൊരു കാടാണ് കേട്ടോ. ഇതിനകത്ത് നല്ല തിക്ക് ഫോറസ്റ്റ് ആണ്. നമ്മൾ ഡാമിൻ്റെ സൈഡിൽ കൂടെ നടന്നപ്പോഴത്തേക്കും തെളിഞ്ഞ സ്ഥലമൊക്കെ അല്ലായിരുന്നോ. സൂര്യപ്രകാശം അരിച്ചിറങ്ങാന്ന് കേട്ടിട്ടുണ്ടോ? അതാണ് കേട്ടോ ഈ കാണുന്നത്. കാടിനിടയ്ക്കൂടെ സൂര്യപ്രകാശം മെല്ലെ നിലത്തേക്ക് വരുന്ന നല്ല രസമില്ലേ. ഒരു മരത്തിൻ്റെ വലിപ്പം കണ്ടോ. നമ്മൾ ഒരു 10-15 പേര് നിരന്ന് ഇവിടെ ഇങ്ങനെ നിൽക്കാം കേട്ടോ. അത്രയ്ക്കും വീതിയുണ്ട്. 15 അല്ല. എന്നാ അവതാർ മരമോ? ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ഇങ്ങനെ അകത്തോട്ട് കയറി നിൽക്കുകയൊക്കെ ചെയ്തത്. ശരിക്കും ഒരു മേൽക്കൂരയും കൂടെ പണിതാ വീടായി. ഇപ്പം നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഒരു നീണ്ട വാക്കൊക്കെ കഴിഞ്ഞ് കാടൊക്കെ ആസ്വദിച്ച് തിരിച്ചെത്തിയേ. ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ചെക്കൗട്ടാണ് ഇവിടുന്ന്. ഇതൊക്കെ ഇന്നലെ വൈകിട്ട് വന്ന് കുളിച്ചിട്ട് പോയ സ്ഥലത്തെ രാവിലെ ഒന്നുകൂടെ ട്രെക്കിങ് കഴിഞ്ഞ് കുളിക്കാൻ വേണ്ടി വന്നതാണ്. ഇത് ശരിക്കും കുറച്ചുകൂടെ മഴ പെയ്താൽ ഭയങ്കരമായിട്ട് വെള്ളം വരുന്നൊരു സ്ഥലം കേട്ടോ. നല്ല പാറയിൽ വഴുക്കലൊക്കെ ഉണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ വന്നില്ലേ പണി കിട്ടുന്നൊരു സ്ഥലമാണ്. അതായത് ഇവിടെ വന്ന് രാവിലെ ഒന്ന് മുങ്ങി കുളിച്ചാൽ നല്ല അടിപൊളിയായിരിക്കും. അപ്പം നമ്മുടെ ഈ മഴ ഡ്രൈവും ഇടിമുഴങ്ങാമ്പാറ സ്റ്റേയും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വീഡിയോയുടെ കമൻറ്റിലിടുക. ഇടിമുഴങ്ങാമ്പാറ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് 2 പേർക്കാണെങ്കിൽ ചാർജ് വരുന്നത് 7700 സംതിങ് ഒക്കെയാണ്. അതുപോലെ തന്നെ പിന്നെ വരുന്ന ഓരോ ആൾക്കും 2100 രൂപ വെച്ചിട്ട് പെർ ഹെഡ് എക്സ്ട്രാ ചാർജ് ചെയ്യണം. മാക്സിമം 5 പേർക്കാണ് സ്റ്റേ ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ ഫുഡ് വളരെ ബേസിക് ആയിട്ടുള്ള ഫുഡ് ഇവിടെ ഉണ്ടാവും. വെജിറ്റേറിയൻ ഫുഡ്, നോൺ വെജ് ഒക്കെ വേണമെങ്കിൽ നമ്മളെ മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇവരുണ്ടാക്കി തരും. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ. രാവിലത്തെ അതായത് ഒരു ദിവസം ഉച്ച കഴിഞ്ഞ് ഒരു 2 മണിയോടുകൂടിയൊക്കെ ചെക്കിൻ ചെയ്ത് കഴിഞ്ഞാൽ, ചെക്കിൻ ചെയ്യല്ല 2 മണിയോടുകൂടി നമ്മൾ തെന്മലയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ചെക്കൗട്ട്. നേരത്തെ ആക്ച്വലി ഉച്ച കഴിഞ്ഞ് ലഞ്ചൊക്കെ കഴിഞ്ഞായിരുന്നു ചെക്കൗട്ട്. ഇപ്പം അതൊക്കെ വെട്ടി കുറച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റേറ്റും നേരത്തെക്കാട്ടിലൊക്കെ കൂട്ടിയിട്ടുണ്ട്. ഏതായാലും അത് ബുക്ക് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഒക്കെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ നമ്മുടെ രാഹുൽ ഇതുപോലത്തെ ട്രെക്കിങ്ങും ഫോറസ്റ്റ് സ്റ്റേ പരിപാടികളൊക്കെ നടത്തുന്നുണ്ട്. രാഹുലിൻ്റെ നമ്പർ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കവേ. നിങ്ങൾക്ക് ട്രെക്കിങ്ങോ സ്റ്റേ ഒക്കെ വേണമെങ്കിൽ പുള്ളിയെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതുപോലത്തെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനൽ ഓൾറെഡി കിടപ്പുണ്ട്, ട്രെക്കിങ്ങും ഫോറസ്റ്റ് സ്റ്റേകളും സഫാരീസും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇനിയും താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.